ഹലോ. എടാ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഷോർട്ട് ഇലക്ട്രിക് ഡൈപോൾ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇലക്ട്രിക് ഡൈപോളിന് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6 × 10⁻⁶ കുളം മീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഡൈപോളിന്റെ സെൻറ്ററിൽ നിന്നൊരു 3 മീറ്റർ അകലെ നമ്മൾ എന്താണ് ഒരു ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റ് ഉണ്ട്. ആ ഒരു പോയിന്റിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് നമുക്ക് എന്തുണ്ട്, ഒരു ആക്സിയൽ ലൈൻ ഉണ്ട്. ആ ഒരു ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്ര ആയിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് എത്ര മീറ്റർ അകലെ ആയിരിക്കും? 3 മീറ്റർ അകലെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. then ഈ 1/4πε0 നമുക്ക് 9 × 10⁹ SI യൂണിറ്റ് ആയിട്ട് എടുക്കാനും നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഇവിടെ നോക്കിയേ, അതായത് ആക്സിയൽ ലൈനിൽ ഡൈപോളിന്റെ സെൻട്രൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഒരു ഡിസ്റ്റൻസിന്റെ ആ ഒരു ആറിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? V = ± 1/4πε0 2p/r² എന്നാണ് തന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നമുക്ക് എടുത്തത് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? P എന്ന് പറയുന്നത് 6 × 10⁻⁶ കുളം മീറ്റർ ആണ്. ദെൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 6 തന്നിട്ടുണ്ട്. ദെൻ ഈ 1/4πε0ന്റെ വാല്യൂ എത്ര നമുക്ക് തന്നിരിക്കുന്നത്? 9 × 10⁻⁹ ആണ് തന്നിരിക്കുന്നത്. ഈ വാല്യൂസിനെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് V എന്ന് പറയുന്നത് വരും ± 9 × 10⁹ ഇൻറ്റു 2 × 6 × 10⁻⁹/3² എന്ന് വരും. ഓക്കെ, ഈ 3² എന്താണ്? 6 എന്ന് വെച്ചാൽ എത്രയാണ്? 3 ആണല്ലേ. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ ഇത് വരുമ്പോൾ എന്ത് വരും? നമുക്ക് ചെയ്ത് വരുമ്പോൾ 9 × 10⁹ ഇൻറ്റു 12 × 10⁻⁶/9 എന്ന് കിട്ടും. അതായത് 9 × 10⁹ ഇൻറ്റു 4/3 × 10⁻⁶ എന്ന് വരും. ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് നമുക്ക് 12 × 10⁻³ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാടാ? ഇവിടെ നോക്കി, ഇതിലാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഫസ്റ്റ് വൺ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ.